ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിവിടെ മൗറീഷ്യസിലാണെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് പെർമിറ്റ് ഉണ്ട്, നമുക്ക് എത്ര ടൈപ്പ് ഓഫ് പെർമിറ്റ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൗറീഷ്യസിലാണെങ്കിൽ നമുക്ക് 5 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് വിസയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വന്നിട്ടുള്ള വിസ എന്ന് പറഞ്ഞാൽ ബിസിനസ് വിസയാണ്. ബിസിനസ് ചെയ്യാനുള്ളവർക്ക് വേണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വിസയാണ് ബിസിനസ് വിസ. സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നമുക്ക് ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള വിസയാണ് ടൂറിസ്റ്റ് വിസ. നെക്സ്റ്റ് തേർഡ് വന്നിട്ടുള്ള വിസ എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഫോർത്ത് വന്നിട്ടുള്ളത് സ്റ്റഡി വിസ, സ്റ്റുഡൻസിന് വരാൻ. പിന്നെ ഫിഫ്ത്ത് വന്നിട്ടുള്ളത് ഡിപ്പെൻഡിങ് വിസ. അപ്പൊ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് ബിസിനസ് വിസയാണ്. നമുക്ക് ഓൺ ആയിട്ട് ആർക്കാണ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളത്, അതല്ല നമുക്ക് ഇവിടെ ആരെങ്കിലും ആയിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, നമുക്ക് ഇവിടെ ആരെങ്കിലും പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ട്ണർ ത്രൂ നിങ്ങൾക്ക് ബിസിനസ് വിസ നാട്ടിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. ഈ ബിസിനസ് വിസയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 2 months ആണ്. 2 months നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ടൂറിസ്റ്റ് വിസ, അതായത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള വിസയാണ്. നമുക്ക് നാട്ടിൽ നിന്ന് മൗറീഷ്യസ് വിസിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. ടൂറിസ്റ്റ് വിസ അതിൽ നമുക്കാണെങ്കിൽ 6 months ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 months നമുക്ക് ഇവിടെ സ്റ്റേ ആക്കാം. പിന്നെ തേർഡ് വന്നിട്ട് നമുക്ക് ജോബ് വിസ, അതായത് നമുക്ക് ഏത് ഇന്റർവ്യൂ ത്രൂ നമ്മളൊരു കമ്പനി, അതായത് ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവർ ത്രൂ അവരാണ് നമുക്ക് ഈ പെർമിറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ചെയ്തു തന്ന് അവർ ഇൻവൈറ്റ് ചെയ്ത് പെർമിറ്റ് ത്രൂ ആണ് നമ്മൾ ഇങ്ങോട്ട് ജോലിക്ക് വരുന്നത്. അതാണ് ഇവിടുത്തെ ജോബ് വിസ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലോ കമ്പനിയോ അവർ എത്ര ഇടത്തേക്കാണ് നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്, എത്ര ഇടത്തേക്കാണ് അവർ പെർമിറ്റ് എടുക്കുന്നത്, ആ പെർമിറ്റ് തീരുന്നവരെ, എക്സ്പയറി ആകുന്നവരെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ഫോർത്ത് വൺ വന്നിട്ടുള്ളത് സ്റ്റഡി വിസ, അതായത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വിസയാണ് സ്റ്റഡി വിസ. നമുക്ക് ഇവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ നമ്മൾ നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസ എടുത്ത് വന്ന് ഇവിടെ നമ്മുടെ PG MBA അങ്ങനെ പല കോഴ്സ് ഇവിടെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വന്ന് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വിസയാണ് സ്റ്റുഡന്റ് വിസ. നമുക്ക് എത്ര ഇയറിലത്തേക്കാണ് നമ്മുടെ സ്റ്റഡി പ്രോഗ്രാം ഉള്ളത് അത്ര ഇയർ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ആ ഒരു പെർമിറ്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വന്നിട്ടുള്ള വിസയാണ് ഡിപ്പെൻഡിങ് വിസ. ഡിപ്പെൻഡിങ് വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും മൗറീഷ്യസിൽ ഉണ്ടെങ്കിൽ അവർ ത്രൂ നമുക്ക് മൗറീഷ്യസിലേക്ക് വരാൻ പറ്റും. മീൻസ് നമുക്ക് ഇവിടെ ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മുടെ പേപ്പർ വർക്ക്സ് എല്ലാം ഇവിടെ നിന്ന് ചെയ്ത് അവരുടെ അണ്ടറിൽ നമുക്ക് ഡിപ്പെൻഡിങ് വിസ എന്നൊരു വിസ ഇവർ പ്രൊവൈഡ് ചെയ്യും. അത് ത്രൂ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. എറൗണ്ട് നമ്മൾ 20K ഇവിടുത്തെ മൗറീഷ്യൻ റുപ്പീസ് 20,000 അറ്റ്ലീസ്റ്റ് അതാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്. അത്രയും നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഹസ്ബൻഡ് അല്ല ഫാദർ മദർ ആരെ വേണേലും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഡിപ്പെൻഡിങ് വിസ. നമ്മൾ ഒരാളുടെ അണ്ടറിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ വരുന്ന വ്യക്തിയുടെ പെർമിറ്റ് എപ്പോഴാണ് എക്സ്പയറി ആകുന്നത്, ആ പെർമിറ്റ് എക്സ്പയറി ആകുന്നത് വരെ നമുക്ക് ഇവിടെ ആ വ്യക്തിയുടെ കൂടെ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതായിരിക്കും. വേറൊരു കാര്യം, ജോബ് വിസയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് പെർമിറ്റ് ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പെർമിറ്റ് അതിൽ വരുന്നത് ഒക്യുപ്പേഷണൽ പെർമിറ്റ്, രണ്ടാമത്തെ പെർമിറ്റ് ആണ് വർക്ക് പെർമിറ്റ്. നമുക്ക് വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 to 4 months നമുക്ക് ടൈം എടുക്കും അതിന്റെ പ്രോസസ്സിങ്. നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് ജോലി കിട്ടി വരുന്ന ആൾക്കാർക്ക് ലോങ് ടൈം എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവർ വർക്ക് പെർമിറ്റ് ആണ് കൊടുക്കാറ്. ആ ടൈമിൽ നമുക്ക് 3 to 4 months എന്തായാലും പ്രോസസ്സിംഗ് ടൈം എടുക്കും. പിന്നെ വരുന്നത് ഒക്യുപ്പേഷണൽ പെർമിറ്റ്. അത് ഒരു 20 to 15 daysനുള്ളിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പെർമിറ്റ് ആണ് ഒക്യുപ്പേഷണൽ പെർമിറ്റ്. ഇപ്പൊ നമുക്ക് സ്റ്റാഫ് വേക്കൻസി ഉണ്ട്, സ്റ്റാഫിനെ പെട്ടെന്ന് അവർക്ക് നാട്ടിൽ നിന്ന് ഹയർ ചെയ്യണം, അപ്പൊ നമുക്ക് അവർക്ക് വേഗം തന്നെ സ്റ്റാഫിനെ വേണം, അതിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർമിറ്റ് ആണ് ഒക്യുപ്പേഷണൽ പെർമിറ്റ്. ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 15 to 20 days വിത്തിൻ 20 daysനുള്ളിൽ നമുക്ക് മൗറീഷ്യസിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് മൗറീഷ്യസിലെ പെർമിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു സൂൺ.